ട്വിൻ ഫ്ലെയിം റീകൺസിലിയേഷൻ എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഡി എം റീകൺസിലിയേഷന് വേണ്ടി മടിക്കുന്നത് അതാണ്. അപ്പോൾ ഡി എം എന്തുകൊണ്ട് റീകൺസിലിയേഷന് വേണ്ടി മടിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്വിൻ ഫ്ലെയിം സെപ്പറേറ്റ് ആയിക്കഴിഞ്ഞിട്ട് ഡി എഫ് തൻ്റെ പവർ തിരിച്ചെടുത്താൽ, ഡി എഫ് ശരിക്കും തൻ്റെ ചേസിങ് ഒക്കെ നിർത്തിക്കഴിഞ്ഞാൽ എന്താവും, അവിടുത്തെ ഈ ട്വിൻ ഫ്ലെയിം കൗണ്ടർ പാർട്ടുകളുടെ ഇടയിലുള്ള എനർജി ഷിഫ്റ്റ് ആവും. അപ്പോൾ ഡി എമ്മിൻ്റെ വേക്കനിങ് തുടങ്ങുകയായി. ഡി എമ്മിന് എന്താണ് കാർമിക് ആയിട്ട് ടവർ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ ലൈഫിൽ എല്ലാം ക്രാഷായി പോകുന്നത് പോലെ തോന്നാം, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന പോലെ തോന്നാം. അപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂ ടവർ മൊമെൻറ്റ്സ് ഇതൊക്കെ ഡി എമ്മിൻ്റെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ കയറി വരാം. അത് ഡി എഫിൻ്റെ എനർജി പെട്ടെന്ന് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ എന്താണ്, ആ സ്പോട്ടിൽ തന്നെ അവിടെ എന്താണ് അവിടുത്തെ എനർജി ഷിഫ്റ്റ് ആവുകയും ഡി എമ്മിൻ്റെ എവേക്കനിങ് തുടങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്കറിയാം, എവേക്കനിങ് തുടങ്ങുമ്പോൾ എന്താണ്, നമുക്കത് എവേക്കനിങ് ആണെന്ന് മനസ്സിലാവില്ല. നമ്മുടെ ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും എന്താണ് പാളപ്പാർട്ട് ആവുന്നു എന്ന് മാത്രമാണ് നമുക്ക് അറിയാൻ പറ്റുക. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മുടെ ജോലി നഷ്ടപ്പെടുന്നു, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ നഷ്ടപ്പെടുന്നു, നമ്മൾ ഐസൊലേഷനിലേക്ക് പോകുന്നു, എന്തും നമ്മളെ ട്രിഗർ ചെയ്യുന്ന ഒരു രീതിക്ക് വരുന്നു. നമുക്ക് അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു ഹെർമിറ്റ് മോഡിക്ക് പോകാൻ തോന്നാല്ലേ, നമുക്ക് ഐസൊലേഷനിലേക്ക് പോകാനും ചോദ്യങ്ങൾ ചോദിക്കാനും തോന്നാം. അപ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ലൈഫിൽ ഇങ്ങനെ ഈവൻസ് ഡി എമ്മിന് ഉണ്ടായി തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ സമയം ഈ ഒരു കാര്യം ഡി എമ്മിൻ്റെ ലൈഫിൽ നടക്കുന്ന ഈ കുറച്ച് ചേഞ്ചസ് എന്താണ് റീകൺസിലിയേഷനെ പറ്റി ഡി എമ്മിന് ചിന്തിക്കാൻ തന്നെ സമയം തരാത്ത രീതിയിലാക്കാം. അല്ലെങ്കിൽ ഡി എമ്മിന് അത് വേറൊരു വറിയായി മാറാം റീകൺസിലിയേഷനെ പറ്റി ആലോചിക്കുന്നത്. എനിക്കറിയില്ല അങ്ങനെ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. എന്നാലും ഡി എമ്മിന് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും ചിലപ്പോൾ സമയം കിട്ടാത്ത രീതിയിൽ എന്താണ് കാർമിക് ആയിട്ട് എന്താണ് ടവർ മൊമെൻറ്റ്സ് ഉണ്ടാവാം. ഡി എമ്മിന് എന്താ റിജക്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ മുന്നേ നെഗറ്റീവായിട്ട് എന്തെങ്കിലും കർമ്മ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഒക്കെ എന്താണ് പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഡി എമ്മിൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു റീഅറേഞ്ച്മെൻറ്റ് സംഭവിക്കുമ്പോൾ നമുക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് ഡി എഫിൻ്റെ അടുത്തേക്ക് എന്താ വരുന്നില്ല എന്നത്. ഒന്നാമത്തത്, ഡി എമ്മിന് എന്താ അവേക്കനിങ് സംഭവിച്ചിട്ടില്ല. ഡി എം ആ കണക്ഷനിലേക്ക് ഉണർന്നിട്ടില്ല, അതിൻ്റെ ഒരു കോൺഷ്യസ് സൈഡിലേക്ക് ഉണർന്നിട്ടില്ല. ഡി എമ്മിന് അൺകോൺഷ്യസ് ആയിട്ട് വളരെ ഡീപ്പായിട്ട് തന്നെ അറിയാം ഡി എഫ് ആണ് തൻ്റെ കൗണ്ടർ പാർട്ട് എന്നുള്ളത്. ആളുടെ ട്രോമ പാറ്റേൺസ് കാരണം അതൊന്നും അക്സെപ്റ്റ് ചെയ്യാനും ആൾക്കെന്താ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഡി എമ്മിൻ്റെ ആ ഒരു റിയാലിറ്റിയിലേക്ക് എന്താ കുറേ ഡിലേയ്സ് കാണാൻ പറ്റും. അവരുടെ കാര്യങ്ങളൊക്കെ വൈകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവർക്ക് ഒരു സീസൺ, ടവർ മൊമെൻറ്റിൻ്റെ ഒരു സീസണാണ്. പിന്നെ ഒരുപാട് ക്ലോസ്ഡ് ഡോർസ്, ഒരുപാട് ഡോർസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നമുക്ക് ക്ലോസ് ആവുന്നത് കാണാൻ പറ്റും. നമ്മളെ യൂണിവേഴ്സ് ഒരു ഹെർമിറ്റ് മോഡിക്ക് അല്ലെങ്കിൽ ഐസൊലേഷനിലേക്ക് അല്ലെങ്കിൽ അവേക്കനിങ്ങിലേക്ക് നയിക്കുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ലൈഫിലെ ബാക്കി എല്ലാ ഡോറുകളും എന്തായിരിക്കും ക്ലോസ് ചെയ്യും. നമുക്ക് വേറെ എവിടെ പോയാലും ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ട്രിഗറുകളൊക്കെ തന്നു തുടങ്ങും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ അവേക്കനിങ്ങിലേക്ക് വിടുക, നമ്മൾ ഐസൊലേഷനിലേക്ക് വിടുക. അപ്പോൾ ഈ സമയത്ത് തന്നെ ഡി എമ്മിന് ഒരുപാട് റിജക്ഷനൊക്കെ അനുഭവിക്കാം. ഒരുപാട് ആൾക്കാരിൽ നിന്ന് വേണമെങ്കിൽ നോയൊക്കെ കേൾക്കാം. ഇതൊക്കെ സംഭവിക്കുന്നത് എന്താണ്, ഡിവൈൻ ഫെമിനിൻ്റെ ആ ഒരു ഹീലിങ്ങും ആ ഒരു ഓറയും കാരണമാണ്. അത് രണ്ടുപേരുടെയും വർക്കാണ്. അപ്പം നമുക്കറിയാം ഈ ഒരു സ്റ്റേജിൽ എന്താണ് ഡിവൈൻ ഫെമിനിൻ തൻ്റെ അവേക്കനിങ്ങിൽ നിന്ന് പുറത്ത് വരാണല്ലേ, ഡിവൈൻ മാസ്കുലിൻ എന്താണ് അവേക്കനിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഡിവൈൻ ഫെമിനിൻ അവേക്കനിങ്ങിലായിരുന്നപ്പോൾ എന്തായിരുന്നു, അവൾക്ക് അവളുടെ കാര്യങ്ങൾ ഇതുപോലെ നഷ്ടപ്പെട്ടിരുന്നു. ഒരുപാട് ഡോറൊക്കെ ക്ലോസ് ആയിരുന്നു, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പോയിരുന്നു, അവൾ ഐസൊലേഷനിലേക്ക് പോയിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവളുടേതായിട്ടുണ്ടായിരുന്നത് അവളുടെ എനർജിയും അവളുടെ ആ ക്രിയേറ്റിവിറ്റിയും ഒക്കെ എന്താണ് അതൊരു പൊട്ടൻഷ്യലായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവൾക്ക് പുറമേ അങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അവൾക്ക് ഐസൊലേഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് പുറമേ ഇതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു ലേണിംഗ് പ്രോസസ്സിലായിരിക്കും. അപ്പോൾ അതൊക്കെ എന്താണ് ഇനി ഡിവൈൻ ഫെമിനിൻ തൻ്റെ എനർജി തിരിച്ചെടുക്കും. അപ്പോൾ ഡിവൈൻ ഫെമിനിൻ എന്താണ് അതൊക്കെ തൻ്റെ ഈ ഭാഗങ്ങളൊക്കെ കുറച്ച് നാൾ ഡോർമെൻ്റായി കിടന്ന, അതായത് സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് പോവാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ഒരു മാളിലൊക്കെ കയറുമ്പോൾ ബാഗ് പുറത്ത് വെക്കണ പോലെ തൻ്റെ കുറച്ച് കഴിവുകളും തൻ്റെ കുറച്ച് സോഷ്യലായിട്ടുള്ള ബിഹേവിയേഴ്സൊക്കെ എന്താണ് പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ അവേക്കനിങ്ങിലേക്ക് പോവുക. അപ്പോൾ ആ ബാഗ് എന്താണ് ഡിവൈൻ ഫെമിനിൻ തിരിച്ചെടുക്കും. അതുകൊണ്ട് എന്താണ് ട്വിൻ ഫ്ലെയിം ഡൈനാമിക്കിലെ
എനർജി എന്താണ് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഈ തിരിച്ചെടുക്കലും ആ ഡി എമ്മിൻ്റെ അവേക്കനിങ്ങിലേക്കുള്ള ആ ഒരു പോക്കും ആ ഒരു ബ്രേക്ക് ത്രൂവും ടവർ മൊമെൻറ്റ്സ് ഒക്കെ അത് രണ്ടും ഒരുമിച്ചാണ് പാരലായിട്ടാണ് നടക്കുക. അപ്പോൾ ഒരാൾ എനർജി തിരിച്ചെടുക്കുമ്പോൾ അപ്പുറത്തെ ആൾ അവേക്കനിങ്ങിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ഒരാൾ വീണ്ടും തൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി തിരിച്ചെടുക്കുമ്പോൾ, ഉദാഹരണത്തിന് അവൾ തൻ്റെ കോൺഫിഡൻസ് ഒക്കെ തിരിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ എനർജി ഒക്കെ തിരിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഡിവൈൻ മാസ്കുലിനെ അവേക്കനിങ്ങിലേക്ക് പോകാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് ഡിവൈൻ ഫെമിനിൻ്റെതായ സ്പേസ് കിട്ടുകയാണല്ലേ അവളുടെ ആ ഒരു ബാഗൊക്കെ ഒന്ന് അൺപാക്ക് ചെയ്യാനും ആ ബാഗിലുള്ള ടൂൾസൊക്കെ എടുത്തൊന്ന് ഉപയോഗിക്കാനും അല്ലേ. അപ്പോൾ തിരിച്ചെന്താണ് അവിടെ ആ ഒരു വീട്ടിലേക്ക് പോകാനും എന്താണ് അവിടെ തൻ്റെ എനർജിയിലിരുന്ന് എന്താണ് ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ. അപ്പോൾ ഈ സ്പേസ് എന്ന് പറയുന്നത് ഡിവൈൻ ഫെമിനിന് മനസ്സിലാവും തനിക്ക് വളരെ വേണ്ടപ്പെട്ട സ്പേസ് തന്നെയാണ്. ഡിവൈൻ മാസ്കുലിന് എത്രമാത്രം സ്പേസ് വേണോ അവേക്കനിങ്ങിന് അത്രമാത്രം സ്പേസ് തന്നെ ഡിവൈൻ ഫെമിനിന് വേണം തൻ്റെ ആ ഒരു അവേക്കനിങ് ക്ലോസ് ചെയ്യാനും ആ അവേക്കനിങ് ക്ലോസ് ചെയ്യാനും തിരിച്ചെന്താണ് ലൈഫിലേക്ക് വരാനും ആ ഒരു ബാലൻസ്ഡ് ആയ സ്റ്റേബിളായ പൊസിഷനിൽ എത്താനും. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് രണ്ടുപേർക്കും വേസ്റ്റ് അല്ല. ഒരാൾ നന്നായിരിക്കുമ്പോൾ വേറൊരാൾ അവേക്കനിങ്ങിലേക്ക് പോയി അങ്ങനെയൊന്നല്ല സംഭവിക്കുന്നത്. രണ്ടുപേരും എന്താണ് ഒരുമിച്ച് തന്നെയാണ് അവസാനം സ്റ്റേബിൾ ആവുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഡിവൈൻ മാസ്കുലിന് എന്താണ് റീകൺസിലിയേഷൻ വൈകിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈൻ മാസ്കുലിന് ഒരു തോന്നലുണ്ടാവും, ഞാനിങ്ങനെയൊന്നും ഫീൽ ചെയ്യാൻ പാടില്ല, ഞാൻ സെപ്പറേഷനിലേക്ക് പോയതല്ല, ഞാനിങ്ങനെയൊന്നും ഫീൽ ചെയ്യാൻ ഇനി പാടില്ല. കാരണം ഡിവൈൻ മാസ്കുലിൻ്റെ ലൈഫ് ഇപ്പം വളരെ എന്താണ് ഡൗൺ ആണല്ലേ, വളരെ ഷാറ്റേഡ് ആയി കിടക്കുകയാണ്. ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കാനോ ഒന്നും പാടില്ല, ഫെമിനിനെ പറ്റി ചിന്തിക്കാനോ ഒന്നും പാടില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു തോന്നലും കൂടി ഡിവൈൻ മാസ്കുലിന് വരാം. തൻ്റെ കയ്യിൽ ഇനി എടുക്കാനൊന്നുമില്ല, ചെയ്യാനൊന്നുമില്ല എന്നുള്ള രീതിയിലുള്ള ചിന്തകളും മാസ്കുലിൻ്റെ മനസ്സിലുണ്ടാവാം. അപ്പോൾ ആ ടൈമിങ് ശരിയല്ലാതെ പോയതും താൻ ഓരോ തവണ കാര്യങ്ങൾ ശരിയാക്കി വീണ്ടും ഫെമിനിൻ്റെ ആ ഒരു റൂട്ടിലേക്ക്, ഫെമിനിൻ്റെ ആ ഒരു ഡയറക്ഷനിലേക്ക് മുന്നേറാൻ പോകുമ്പോൾ അടുത്ത കാർമിക് സൈക്കിൾ വീണ്ടും വരും. അപ്പോൾ അടുത്ത കർമ്മ വീണ്ടും വരും, എന്താണ് അതും ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ലൈഫിൻ്റെ ആ ഒരു പോക്കും അതും കൂടിയൊക്കെ എന്താണ് ഡിവൈൻ മാസ്കുലിന് ഫെമിനിനെ അപ്രോച്ച് ചെയ്യാനുള്ള ആ ഒരു ഹെസിറ്റേഷൻ ഉണ്ടാക്കാം. പിന്നെ ഡിവൈൻ ഫെമിനിനെ ഈ ഗോഡസ് എനർജിയിൽ കാണുമ്പോൾ അവളുടെ ആ ഒരു എനർജി മീറ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നലും, എന്നാൽ തൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്നുള്ളൊരു കമ്പാരിസണും എന്താണ് ഈ റീകൺസിലിയേഷൻ വൈകുന്നതിന് ഒരു കാരണമാണ്. എന്നാൽ നമുക്കറിയാം ഹീലിംഗ് എന്താണ് ഫോർ എവർ ആണല്ലേ, ഒന്ന് കഴിഞ്ഞാൽ ഒന്നിന് പിന്നാലെ ഹീലിംഗ് വരും. ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ ഡിവൈൻ മാസ്കുലിൻ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുന്നുള്ള ആ ഒരു ബ്രേക്ക് ഡൗണിലൂടെ ഡിവൈൻ മാസ്കുലിൻ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡിവൈൻ മാസ്കുലിൻ എന്താണ് ഗോഡ് എന്താണ് എപ്പോഴും ഡിവൈൻ ഫെമിനിൻ്റെ ആ ഒരു ഡയറക്ഷനിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഫെമിനിനെ തൻ്റെ ലൈൻ ഓഫ് വിഷൻ ആക്കുന്നത് കാണാൻ പറ്റും. തൻ്റെ ആ ഒരു അവേക്കനിങ്ങിൻ്റെ പാതയിൽ മാസ്കുലിൻ്റെ വിഷൻ എന്താണ് ഡിവൈൻ ഫെമിനിൻ ആവാൻ തുടങ്ങുകയും ചെയ്യും. ഡിവൈൻ മാസ്കുലിൻ്റെ ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലേ ഇത്. ഫെമിനിനെ പറ്റി ഇങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല, റിലേഷൻഷിപ്പിലാവാൻ പാടില്ല, ലെറ്റ് ഗോ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരാം. സൊസൈറ്റിയുടെ ആ ഒരു കണ്ടീഷനിങ്ങിൽ നിന്ന് അങ്ങനൊരു തോന്നൽ വരാം. പക്ഷേ തൻ്റെ ലൈൻ ഓഫ് വിഷൻ എന്താണ്, ഗോഡ് എപ്പോഴും എന്താണ് ഫെമിനിനിലേക്ക് തിരിക്കും. തൻ്റെ വിഷനിൽ എന്താണ് എപ്പോഴും ഫെമിനിൻ വരുന്നതും തൻ്റെ പാത്തിൽ എന്താണ് എപ്പോഴും ഫെമിനിനെ മീറ്റ് ചെയ്യുന്നതും എന്താണ് ഡിവൈൻ മാസ്കുലിന് അറിയാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് ഡിവൈൻ മാസ്കുലിൻ റീകൺസിലിയേഷന് മടിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിവൈൻ മാസ്കുലിന് എത്തേണ്ട ഒരു സ്ഥലത്തല്ല ഡിവൈൻ മാസ്കുലിൻ ഇരിക്കുന്നത്. ഡിവൈൻ മാസ്കുലിൻ എന്താണ് അതിൽ നിന്ന് ഭയങ്കര ഫാർ ആണെന്ന് പറയാം. അപ്പോൾ തൻ്റെ ആ ഒരു പൊട്ടൻഷ്യലിനനുസരിച്ച് ഡിവൈൻ മാസ്കുലിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. തൻ്റെ ആ ഒരു കേപ്പബിലിറ്റിക്ക് അനുസരിച്ചിടത്തോളം തൻ്റെ ആക്ഷൻ അലൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഡിവൈൻ മാസ്കുലിന് വരാം. അപ്പോൾ ഡിവൈൻ മാസ്കുലിൻ എന്താണ് തൻ്റെ ബെസ്റ്റ് ലൈഫിലല്ല, ലൈഫ് സിറ്റുവേഷനിലല്ല. അതുകൊണ്ടാണ് ഡിവൈൻ മാസ്കുലിൻ എന്താണ് റീകൺസിലിയേഷൻ ചെയ്യാൻ എന്താണ് ഹെസിറ്റേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഡിവൈൻ മാസ്കുലിൻ റീകൺസിലിയേഷൻ ചെയ്യാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫെമിനിൻ്റെ ആ ഒരു ഗോഡസ് എനർജി, ആ എനർജിയെ പറ്റി ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഫെമിനിൻ്റെ ആ ഒരു എനർജി എന്താണ് സെർട്ടൈൻ ലെവൽ ഓഫ് ആ ഒരു വൈബ്രേഷൻ എന്താണ് മാസ്കുലിനിൽ നിന്ന് ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ഫെമിനിൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ എന്താണ് ആ ഒരു സ്റ്റാൻഡേർഡ് എന്താണ് ഫെമിനിൻ ഡിമാൻഡ് ചെയ്യും, ഫെമിനിൻ്റെ ആ ഒരു എനർജി ഡിമാൻഡ് ചെയ്യും. അപ്പോൾ മാസ്കുലിൻ എന്താണ് ഫെമിനിൻ്റെ അടുത്തെത്താൻ എന്താണ് ഒരു ലെവലിൽ ഒരു പ്രത്യേക ഒരു ലെവലിലുള്ള എനർജിയും വേണം, ഒരു ലെവലിലുള്ള ആ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസും വേണം എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഫെമിനിൻ എന്താണ് തൻ്റെ മാസ്കുലിൻ എനർജി തൻ്റെ ലൈഫിൽ ഒരു പ്രത്യേക രീതിയിൽ
തൻ്റെ അടുത്തേക്ക് എന്താണ് പ്രത്യക്ഷപ്പെടണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഫെമിനിനുണ്ട്. ആ ഒരു എനർജറ്റിക് ഡിമാൻഡുകൾ എന്താണ് മാസ്കുലിന് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു എനർജറ്റിക് സ്റ്റാൻഡേർഡുകൾ മാസ്കുലിന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് കൂടിയാണ് ഡിവൈൻ മാസ്കുലിൻ എന്താണ് റീകൺസിലിയേഷൻ എന്താണ് ഹെസിറ്റൻ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ഡിവൈൻ മാസ്കുലിൻ എന്താണ് റീകൺസിലിയേഷൻ മടിക്കുന്നത് തൻ്റെ ട്രോമ ബോണ്ട് കാർമിക്കായിട്ടുള്ളത് കൊണ്ടാണ്. എന്നാൽ അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണേണ്ട കാര്യമില്ല. കാരണം ഡിവൈൻ ഫെമിനിൻ തൻ്റെ ചേസിങ് എനർജി ഹീൽ ചെയ്യുന്നതോടുകൂടി എന്താണ് ഡിവൈൻ മാസ്കുലിൻ്റെ ഡയറക്ഷൻ എന്താണ് ഡിവൈൻ ഫെമിനിനായി മാറുന്നതാണ്. ഡിവൈൻ ഫെമിനിൻ എന്താണ് മാസ്കുലിനെ ഡയറക്റ്റ് ചെയ്യുന്നതും തൻ്റെ മൈൻഡിൽ എന്താണ് ഒബ്സസ്ഡ് ആയി വരുന്നതുമാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഡിവൈൻ മാസ്കുലിൻ്റെയും ഡിവൈൻ ഫെമിനിൻ്റെയും ഈ ഒരു അലൈൻമെൻറ്റ്, യൂണിയന് വേണ്ടിയിട്ടുള്ള ഒരു അലൈൻമെൻറ്റ് സ്പിരിച്വലി കോഡഡ് ആണ്. അത് പ്രോഗ്രാമഡ് ആണ്. ആ പ്രോഗ്രാമിങ് പോലെ നടക്കും. ഈ ഒരു യൂണിയൻ എന്താണ് അത് ആർക്കും തടയാൻ പറ്റാത്ത ഒരു പ്രോഗ്രാമിംഗ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. അത് പല വഴികളിലൂടെയും കാർമിക്കായിട്ടുള്ള വഴികളിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കണ്ടാലും നമ്മുടെ ഈഗോ ഒക്കെ അതിനെ എതിർക്കുന്നത് കണ്ടാലും പല തടസ്സങ്ങൾ ഡിവൈൻ മാസ്കുലിൻ തന്നെ സൊസൈറ്റൽ കൺസ്ട്രെയിൻസ് കൊണ്ട് തുടക്കത്തിലേ വരുത്തി വെച്ചാലും പിന്നീട് എന്താണ് ഇതൊക്കെ മാസ്കുലിൻ്റെ ഹീലിംഗ് എന്ന് പറയുന്നത് എന്താണ് അത് ഡെസ്റ്റിൻഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് യൂണിയൻ എന്താണ് ഡെസ്റ്റിൻഡ് ആണ്. രണ്ടുപേരുടെയും യൂണിയൻ എന്താണ് കോഡഡ് ആണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ നിർത്താം. ഞാനുമായി ഒരു പ്രൈവറ്റ് സെഷൻ ബുക്ക് ചെയ്യാൻ നിങ്ങൾ എൻ്റെ ബയോയിലുള്ള അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ എൻ്റെ ഡിവൈൻ മാസ്കുലിൻ ഓറാക്കിൾ ഡെക്ക്, അതിൽ നിന്ന് ഡിവൈൻ മാസ്കുലിൻ്റെ ഹയർ സെൽഫിൽ നിന്ന് ഒരു 101 മെസ്സേജസ് ഉള്ള ഡെക്ക് വാങ്ങണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.